അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വഉസല്ലി വഉസല്ലിമു അലൽ മബ്ഊസി റഹ്മത്തൽ ലിൽ ആലമീൻ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ള സഹോദരങ്ങളെ, വാക്കുകൾ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളെ, നമുക്കറിയാം കേരളത്തിൽ മഴയില്ലാതെ കടുത്ത വരൾച്ചയും ക്ഷാമവും ഒക്കെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യരും ജീവജാലങ്ങളുമൊക്കെ മഴയില്ലാതെ കടുത്ത ചൂടിൽ പ്രയാസം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രത്യേകമായ ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ചില ജില്ലകളിൽ മറ്റു ജില്ലകളെ അപേക്ഷിച്ച് വെള്ളക്ഷാമവും കടുത്ത ചൂടും അനുഭവപ്പെടുന്നുണ്ട്. പ്രായമായ പലരും പറയുന്നു അവരുടെ ജീവിതത്തിലൊന്നും സമാനമായ ഒരു സാഹചര്യം ഉണ്ടായതായി ഓർക്കുന്നുപോലുമില്ല എന്നൊക്കെ പറയുന്ന ഒരു പ്രത്യേകമായ അവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഇതിൻ്റെയൊക്കെ ഭൗതികമായ കാരണങ്ങൾ അന്വേഷിച്ച് പോകുകയല്ല നമ്മൾ ചെയ്യേണ്ടത്. ഇത്തരം സന്ദർഭങ്ങളുണ്ടാകുമ്പോൾ ആകെ അന്ധാളിച്ച് നിൽക്കുകയുമല്ല ഒരു വിശ്വാസി ചെയ്യേണ്ടത്. മറിച്ച് ഇത്തരം സാഹചര്യങ്ങളുണ്ടാകുമ്പോൾ അവന് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനമായ പല കാര്യങ്ങളുമുണ്ട്. അതെന്താണ്? മഴ തരുന്ന മഴയുടെ സ്രഷ്ടാവായ കാരുണ്യവാനായ റബ്ബ്, ആ റബ്ബിങ്കലേക്ക് ആത്മാർത്ഥമായി ഖേദിച്ചു മടങ്ങുകയും അവനോട് വിനയാന്വിതരായി പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ട സന്ദർഭമാണ് ഇത്തരം സന്ദർഭങ്ങൾ. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിലാണ് കേരളത്തിലെ പള്ളി മഹല്ലുകളും പള്ളിയുമായി ബന്ധപ്പെട്ട ഭാരവാഹികളുമൊക്കെ ഈ സന്ദർഭത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ഒരു വിഷയം മഴയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയിലാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഈ സംസാരം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, എങ്ങനെയാണ് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത്, എപ്പോഴാണ് നിർവഹിക്കേണ്ടത്, എത്ര റക്അത്താണ്, അതിൻ്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്, ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ചെയ്യേണ്ട സംഗതികൾ എന്തെല്ലാം, ചുരുങ്ങിയ രൂപത്തിൽ ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഇട്ടുതരാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. ഈ ഒരു വീഡിയോയിലേക്ക് നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. حتى يتبين لهم أنه الحق. സഹോദരങ്ങളെ, ഒന്നാമതായി നമ്മൾ ചർച്ച ചെയ്യേണ്ടത് എന്തുകൊണ്ടാണ് മഴ തടയപ്പെടുന്നത്. അതിന് ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ പല കാരണങ്ങളും പറയുന്നുണ്ട്. ഭൗതികമായ കാരണങ്ങൾ മാത്രമല്ല നമ്മൾ മനസ്സിലാക്കണം. നിങ്ങൾ നോക്കൂ, ദീർഘമായ ഒരു പ്രവാചക വചനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹാജിറുകൾക്ക് നൽകുന്ന ഉപദേശങ്ങളുണ്ട്. 5 ഉപദേശങ്ങൾ, അതല്ലെങ്കിൽ 5 കാര്യങ്ങളെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തുന്നുണ്ട്. അതിൽപ്പെട്ട ഒരു വിഷയമാണ് നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം. വലം യംനഉ സകാത അംവാലിഹിം ഇല്ലാ മുനിഉ അൽ ഖത്റ മിനസ് സമാഇ. ഒരു ജനത അവരുടെ സക്കാത്ത്, അവരുടെ സമ്പത്തിൽ നിന്ന് നിർബന്ധമായും അവർ നൽകേണ്ട സക്കാത്ത് അവർ നൽകാതെ അതിനെ തടഞ്ഞു വെച്ചാൽ വാനലോകത്ത് നിന്ന് അവരിലേക്ക് വർഷിപ്പിക്കുന്ന മഴയെ അള്ളാഹു അവർക്ക് തടയുമെന്നാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വലൗലൽ ബഹായിമു ലം യുംതറു. ഇവിടെയുള്ള ജീവജാലങ്ങൾ, ആ ജീവജാലങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇടയ്ക്കെങ്കിലും അവർക്ക് മഴ ലഭിക്കുന്നത്. ഈ ജീവജാലങ്ങൾ പോലും ഇല്ലായിരുന്നുവെങ്കിൽ അവർക്ക് തീരെ മഴ ലഭിക്കുമായിരുന്നില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമായും നമ്മളോട് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ, നമ്മുടെ ബാധ്യതകൾ, നാം ചെയ്യേണ്ട ഇബാദാത്തുകൾ, അതിൽ നിന്നെല്ലാം പിറകോട്ട് പോകുമ്പോൾ മഴ നൽകപ്പെടാതെ ശക്തമായ പരീക്ഷണവും ക്ഷാമവും ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് ഈ പ്രവാചക വചനം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഇതേപോലെ തന്നെ നിങ്ങൾ നോക്കൂ, ഇമാം ബുഖാരിയുടെ സ്വഹീഹുൽ ബുഖാരി അതെടുത്ത് പരിശോധിച്ചാൽ ഇമാം ബുഖാരി ഒരു അദ്ധ്യായത്തിന് നൽകിയ തലക്കെട്ട് അത് വളരെ ശ്രദ്ധേയമാണ്. എന്താണ് അദ്ദേഹം നൽകിയത്? ബാബു ഇൻതിഖാമിർ റബ്ബി അസ്സ വജൽ മിൻ ഖൽഖിഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല തൻ്റെ അടിമകളോട് പ്രതികാരം ചോദിക്കും ബിൽ ഖഹ്തി, ക്ഷാമം കൊണ്ട്. എപ്പോഴാണ് അല്ലാഹു ക്ഷാമം നൽകുന്നത്? ഇദൻ തഹക മഹാരിമഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ അത് ചെയ്യാൻ അവൻ്റെ സൃഷ്ടികൾ ഒരുങ്ങുകയും അങ്ങനെ അള്ളാഹുവിൻ്റെ നിഷിദ്ധങ്ങളെ തകർത്തെറിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അത്തരം ഒരു സാഹചര്യത്തിൽ ആ ജനതയ്ക്ക് വരൾച്ചയും അതേപോലെ ക്ഷാമവും ഒക്കെ നൽകി അവരെ പരീക്ഷിക്കുമെന്ന് ഇമാം ബുഖാരി വളരെ കൃത്യമായ നിലയ്ക്ക് തലവാചകം നൽകുന്നത് കാണാൻ കഴിയും. വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഇതൊക്കെയാണ് മതപരമായി നമ്മൾ ചിന്തിക്കേണ്ടത്. ഏതൊരു നാടാകട്ടെ, ഏതൊരു നാട്ടുകാരാകട്ടെ, ഈമാനും തഖ്വയും കാത്തു സൂക്ഷിക്കുന്ന പക്ഷം
അവർക്ക് അല്ലാഹു ആകാശഭൂമികളിൽ നിന്ന് അനുഗ്രഹങ്ങളാണ് നൽകുക എന്നാണ് ഖുർആൻ പറയുന്നത്. വാനലോകത്തിൻ്റെ കവാടങ്ങൾ അവർക്ക് വേണ്ടി തുറക്കപ്പെടും, അതേപോലെ ഭൂമിയുടെ കവാടങ്ങൾ അവർക്ക് വേണ്ടി തുറക്കപ്പെടും, അനുഗ്രഹങ്ങൾ ധാരാളമായി നൽകപ്പെടും. നോക്കൂ, അല്ലാഹു പറയുന്നത് വലൗ അന്ന അഹ്ലൽ ഖുറ ആമനു വത്തഖൗ, ആ നാട്ടുകാർ അവർ വിശ്വസിക്കുകയും സൂക്ഷ്മത പാലിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ ലഫതഹ്നാ അലൈഹിം ബറകാതിൻ മിനസ് സമാഇ വൽ അർദ്, അതെ അവർക്ക് വേണ്ടി നാം തുറന്നു കൊടുക്കുമായിരുന്നു അനുഗ്രഹത്തിൻ്റെ കവാടങ്ങൾ ഭൂമിയിൽ നിന്നും അതേപോലെ തന്നെ ആകാശലോകത്ത് നിന്നും. അപ്പോൾ നമ്മൾ കാരണമാണ് പലപ്പോഴും നമുക്ക് മഴ ലഭിക്കാതെ പോകുന്നത്. അതുകൊണ്ട് ചുരുക്കത്തിൽ ക്ഷാമവും വരൾച്ചയും മഴയില്ലായ്മയും ഒക്കെ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ഈ നിലക്കുള്ള പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ അത് നീങ്ങിക്കിട്ടാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അള്ളാഹുവിലേക്ക് പശ്ചാത്തപിക്കുകയാണ് അതിനുള്ള ഏക പ്രതിവിധി. അപ്പോൾ അള്ളാഹുവിലേക്ക് പശ്ചാത്തപിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ പശ്ചാത്താപത്തിൽ ഏറ്റവും പ്രധാനമായ സംഗതിയാണ് മഴയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. അതിനാണ് സ്വലാത്തുൽ ഇസ്തിസ്ഖാ എന്ന് പറയുന്നത്. എങ്ങനെയാണ് അത് നിർവഹിക്കേണ്ടത്? എപ്പോഴാണ് അത് നിർവഹിക്കേണ്ടത്? അതിൻ്റെ രൂപം എങ്ങനെയാണ്? നമുക്ക് പരിശോധിക്കാം. ഈ വിഷയത്തിൽ ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് മഴയ്ക്ക് വേണ്ടിയുള്ള നമസ്കാരം, അതിന് പ്രത്യേകമായ ദിവസമോ അതല്ലെങ്കിൽ പ്രത്യേകമായ സമയമോ ഒന്നും അള്ളാഹുവിൻ്റെ ദീന് നിശ്ചയിച്ചിട്ടില്ല. അതിന് പ്രത്യേക സമയമൊന്നും ഹദീസുകളിലോ മറ്റോ വന്നിട്ടില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് മനസ്സിലാക്കണം? ഏത് സമയത്ത് വേണമെങ്കിലും മഴയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. വിരോധിക്കപ്പെട്ട സമയങ്ങൾ, നമസ്കാരം വിരോധിക്കപ്പെട്ട സമയങ്ങൾ ഒഴികെ ബാക്കി ഏത് സന്ദർഭങ്ങളിലും മഴയ്ക്ക് വേണ്ടിയുള്ള സ്വലാത്തുൽ ഇസ്തിസ്ഖാ നമുക്ക് സംഘടിപ്പിക്കുന്നതിന് വിരോധമില്ല. എന്നാൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഴയ്ക്ക് വേണ്ടി നമസ്കരിച്ചത് പ്രഭാത സമയത്താണ്. അതായത് ഈദ് നമസ്കാരമൊക്കെ നടക്കുന്ന സമയമുണ്ടല്ലോ. അതുകൊണ്ട് ഭൂരിപക്ഷം പണ്ഡിതന്മാരും പറയുന്നത് ഏറ്റവും ശ്രേഷ്ഠകരമായ സമയം ഈദ് നമസ്കാരം നിർവഹിക്കപ്പെടുന്ന ആ സമയത്താണ് നിർവഹിക്കാൻ നല്ലത് എന്ന് പണ്ഡിതന്മാർ പറയുന്നത് കാണാം. അതുകൊണ്ട് തന്നെ മഴയ്ക്ക് വേണ്ടി നമസ്കരിക്കുന്ന ദിവസം നിശ്ചയിച്ച് ആ സമയം മുൻകൂട്ടി തന്നെ വിശ്വാസികളെ അറിയിച്ച് എല്ലാവരും നമസ്കരിക്കാൻ വേണ്ടി വരികയാണ് വേണ്ടത്. അതെവിടെയാണ് നമസ്കരിക്കേണ്ടത്? പള്ളിയിൽ നമസ്കരിക്കാം. എന്നാൽ മുസല്ലയിൽ നമസ്കരിക്കലാണ്, മൈതാനത്ത് നമസ്കരിക്കലാണ് ഏറ്റവും ഉത്തമം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് നിർവഹിച്ചത് മൈതാനത്ത് വെച്ചാണ്. ഹദീസുകളിൽ കാണാം ഖറജ ഇലൽ മുസല്ല ഫസ്തസ്ഖാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസല്ലയിലേക്ക് പുറപ്പെടുകയും അവിടെ വെച്ച് മഴയ്ക്ക് വേണ്ടി അവിടുന്ന് നമസ്കാരം നിർവഹിക്കുകയും ചെയ്തു എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ സ്ത്രീകളും കുട്ടികളും വൃദ്ധന്മാരും എല്ലാവരും ആ നമസ്കാരത്തിന് വേണ്ടി പുറപ്പെടണം. എന്നിട്ട് മൈതാനത്തേക്ക് പോകുമ്പോൾ എങ്ങനെയാണ് പോകേണ്ടത്? വിനയത്തോടെ, താഴ്മയോടെ, അതേപോലെ തന്നെ എല്ലാ നിലക്കുള്ള വിനയവും പ്രകടിപ്പിച്ചുകൊണ്ടാണ് മുസല്ലയിലേക്ക് നമ്മൾ പോകേണ്ടത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് മുസല്ലയിലേക്ക് പുറപ്പെട്ടു പോയത് എന്ന്. ഖറജ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുതബദ്ദിലൻ മുതവാളിഅൻ മുതളറഅൻ. എങ്ങനെയാ പോയത്? വളരെ വിനയത്തോടുകൂടെ, ഒരു പ്രൗഢിയുമില്ലാതെ വളരെ വിനയാന്വിതനായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്തുൽ ഇസ്തിസ്ഖാഇന് വേണ്ടി അതിൻ്റെ മുസല്ലയിലേക്ക് പോയത് എന്ന് ഹദീസുകളിൽ കാണാൻ കഴിയും. ഇനി എങ്ങനെയാണത് നമസ്കരിക്കേണ്ടത്? നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. മഴയ്ക്ക് വേണ്ടിയുള്ള നമസ്കാരം അതിന് ബാങ്കോ ഇഖാമത്തോ ആവശ്യമില്ല. ആ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് ഒന്നും ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ബാങ്കും ഇഖാമത്തും ആവശ്യമില്ല. പിന്നെയോ എങ്ങനെയാണ് അതിൻ്റെ രൂപം? പെരുന്നാൾ നമസ്കാരം, നമ്മളൊക്കെ പങ്കെടുക്കുന്ന നിസ്കാരമാണല്ലോ പെരുന്നാൾ നമസ്കാരം. ആ പെരുന്നാൾ നമസ്കാരം പോലെ 2 റക്അത്താണ് സ്വലാത്തുൽ ഇസ്തിസ്ഖാ നിർവഹിക്കേണ്ടത്. ആദ്യത്തെ റക്അത്തിൽ 7 തക്ബീറുകളും രണ്ടാമത്തെ റക്അത്തിൽ 5 തക്ബീറുകളുമാണ് ചൊല്ലേണ്ടത്. ഇതാണ് സ്വലാത്തുൽ ഇസ്തിസ്ഖാഇൻ്റെ രൂപം. ഈ തക്ബീറുകളില്ലാതെയും നമസ്കരിക്കാം എന്നൊക്കെ അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരുണ്ട്. ഏതാണെങ്കിലും ഈ വിഷയത്തിൽ പണ്ഡിത ലോകം നമുക്ക് ഹദീസുകൾ ജംഅ് ചെയ്തുകൊണ്ട് പഠിപ്പിച്ചു തരുന്നൊരു രൂപം ഇതാണ്. എന്നിട്ട് ആ നമസ്കാരം കഴിഞ്ഞതിന് ശേഷം ഖുത്ബ നിർവഹിക്കും. നമസ്കാരത്തിന് മുമ്പ് ഖുത്ബ നിർവഹിക്കുന്നത് കൊണ്ടും വിരോധമില്ല. 2 രൂപവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് വന്നിട്ടുണ്ട്. സാധാരണ ജുമുഅ നമസ്കരിക്കുമ്പോൾ ആദ്യം ഖുത്ബയാണല്ലോ നിർവഹിക്കുന്നത്. ഇതേ രൂപത്തിൽ സ്വലാത്തുൽ ഇസ്തിസ്ഖാ നടത്താം. ഇനി അതല്ല, നമസ്കാരം കഴിഞ്ഞതിന് ശേഷം ഖുത്ബ നിർവഹിക്കാം. 2ഉം ചെയ്യാം. വിശാലത നൽകപ്പെട്ട ഒരു മേഖലയാണത്. അങ്ങനെ ഖുത്ബ നിർവഹിക്കുമ്പോൾ എന്താണ് ആ ഖുത്ബയിലെ കണ്ടന്റ്? എന്താണ് ഇമാമ് പറയേണ്ടത്?
ഒരു പ്രൗഢഗംഭീരമായ പ്രഭാഷണം നടത്തുകയല്ല വേണ്ടത്, മറിച്ച് ആ ഖുത്ബയിൽ പ്രധാനമായും അവിടെ കൂടിയ വിശ്വാസികളെ ഓർമ്മപ്പെടുത്തേണ്ട കാര്യം എന്തുകൊണ്ടാണ് ക്ഷാമമുണ്ടാകുന്നത്, എന്തുകൊണ്ടാണ് വരൾച്ചയുണ്ടാകുന്നത്, അതിൻ്റെ കാരണങ്ങൾ എന്താണ്, അതിനെ സംബന്ധിച്ചുള്ള മുന്നറിയിപ്പുകൾ നൽകണം. എന്താണ് മുന്നറിയിപ്പ്? പാപങ്ങളിൽ നിന്നും കുറ്റകൃത്യങ്ങളിൽ നിന്നും നമ്മൾ വിട്ടുനിൽക്കുകയാണ് വേണ്ടത്. അങ്ങനെ വിട്ടുനിൽക്കുമ്പോൾ മാത്രമേ അള്ളാഹുവിൻ്റെ കാരുണ്യം നമുക്കുണ്ടാകുകയുള്ളൂ. അതുകൊണ്ട് നാം ചെയ്ത ഏതെങ്കിലും നിലക്കുള്ള അക്രമപ്രവർത്തനങ്ങൾ, അത് അള്ളാഹുവുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങളാകട്ടെ, സൃഷ്ടികളുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങളാകട്ടെ, മറ്റുള്ളവരുടെ ധനം അപഹരിക്കുക, അഭിമാനം ക്ഷതപ്പെടുത്തുക തുടങ്ങിയ കാര്യങ്ങൾ, അതേപോലെ തന്നെ സക്കാത്ത് തടഞ്ഞു വെക്കുക, ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾ, അതിൽ നിന്നൊക്കെ നമ്മൾ പശ്ചാത്തപിക്കുകയും തൗബ ചെയ്യുകയും ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുകയും ചെയ്യുകയാണ് വേണ്ടത്. അങ്ങനെ ധാരാളമായി ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക, അതേപോലെ തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുക, പാപങ്ങളിൽ നിന്ന് മുക്തി നേടുക. ഇതാണ് അള്ളാഹുവിങ്കിൽ നിന്നുള്ള കാരുണ്യം ലഭിക്കാനുള്ള കാരണം എന്ന് കൃത്യമായി വിശ്വാസികളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും അതിനുശേഷം മിമ്പറിൽ വെച്ച് തന്നെ ഇമാമ് പ്രാർത്ഥിക്കുകയും ചെയ്യണം മഴയ്ക്ക് വേണ്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പലപ്പോഴും ക്ഷാമം നേരിടുന്ന സന്ദർഭങ്ങളിൽ മഴയ്ക്ക് വേണ്ടി അവിടുന്ന് ദുആ ചെയ്യാറുണ്ടായിരുന്നു മിമ്പറിൽ വെച്ച്. ഹദീസുകളിൽ കാണാം, ഹത്താ യുറാ ബയാലു ഇബ്തൈഹി, അദ്ദേഹത്തിൻ്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കക്ഷത്തിൻ്റെ ആ വെള്ള നിറം കാണുമാറ് കൈ ഉയർത്തി, അത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൈ ഉയർത്തി ദുആ ചെയ്യുമായിരുന്നു. അങ്ങനെ ഈ ഖുത്ബയുടെ അവസാനത്തിൽ ഇമാം ഈ നിലക്കുള്ള ഉത്ബോധനങ്ങളൊക്കെ നടത്തി അള്ളാഹുവിലേക്ക് കൈ ഉയർത്തിക്കൊണ്ട് ദുആ ചെയ്യണം. എന്നാണ് പ്രാർത്ഥിക്കേണ്ടത്? മഴ ലഭിക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥനകൾ ധാരാളം ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അല്ലാഹുമ്മ അഗ്സിന, അല്ലാഹുമ്മ അഗ്സിന, അല്ലാഹുമ്മ അഗ്സിന, അല്ലാഹുവേ ഞങ്ങൾക്ക് നീ മഴ നൽകണമേ. അല്ലാഹുമ്മ സ്ഖിന, അല്ലാഹുമ്മ സ്ഖിന, അല്ലാഹുമ്മ സ്ഖിന. പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനകളാണ് ഇതെല്ലാം. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ മഴ നൽകണമേ. അല്ലാഹുമ്മ സ്ഖി ഇബാദക്, അല്ലാഹുവേ നിന്റെ ദാസന്മാർക്ക് നീ മഴ കൊടുക്കണമേ. വബഹായിമക്, നിന്റെ ജീവിവർഗങ്ങൾക്ക് നീ മഴ നൽകണമേ. വൻഷുർ റഹ്മതക്, നിന്റെ കാരുണ്യത്തെ നീ, കാരുണ്യമാകുന്ന മഴയെ എല്ലായിടത്തും നീ പരത്തേണമേ. വഹീ ബലദകൽ മയ്യിത്ത്, നിർജീവമായി ഊശ്വരമായി കിടക്കുന്ന ഈ ഭൂമിയെ അല്ലാഹുവേ നീ ജീവിപ്പിക്കണമേ. പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ്. ധാരാളം റിവായത്തുകൾ കാണാം. അല്ലാഹുമ്മ സ്ഖിനാ ഗൈസൻ മുഗീസ, അല്ലാഹുവേ സഹായപ്രദമായ മഴ ഞങ്ങൾക്ക് നൽകണമേ. മരീഅൻ മരീഅ നാഫിഅൻ ഗൈറ ളാരിൻ ആജിലൻ ഗൈറ ആജിൽ, അല്ലാഹുവേ വേഗത്തിൽ ഞങ്ങൾക്ക് നീ ബുദ്ധിമുട്ടില്ലാത്ത നിലക്ക് സഹായപ്രദമായ ആരോഗ്യപ്രദമായ മഴ നീ വർഷിപ്പിക്കണമേ എന്ന് അല്ലാഹുവിനോട് ഇമാം എന്തു ചെയ്യണം? പ്രാർത്ഥിക്കണം. ബാക്കിയുള്ള എല്ലാവരും കൈ ഉയർത്തി ആമീൻ പറയുകയും വേണം. ഇതാണ് അതിൻ്റെ ഒരു രൂപം. ഇനി ഇതല്ലാത്ത നിലക്കും മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഏത് സന്ദർഭങ്ങളിലും അങ്ങാടിയിൽ വെച്ചും വീട്ടിൽ വെച്ചുമൊക്കെ ഓരോരുത്തർക്കും ആർക്കും വേണ്ടി മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇനി വെള്ളിയാഴ്ചയിൽ തന്നെ ഇമാമ് ഖുത്ബക്കിടയിൽ അതല്ലെങ്കിൽ ഖുത്ബയുടെ അവസാനത്തിലോ ഒക്കെ മഴയ്ക്ക് വേണ്ടി, ഖുത്ബയുടെ മധ്യത്തിലാവാം, ഒക്കെ മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്യാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്തിട്ടുണ്ട്. വെള്ളിയാഴ്ച ക്ഷാമം നേരിട്ട സന്ദർഭത്തിൽ ജുമുഅ ഖുത്ബ നിർവഹിച്ചു കൊണ്ടിരിക്കുമ്പോൾ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അങ്ങനെ മഴയും ലഭിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഹദീസുകളൊക്കെ നമുക്ക് ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് ഈ രൂപത്തിലാണ് ഈ ഒരു പ്രതിസന്ധിയെ നമ്മൾ നേരിടേണ്ടത്. അതല്ലാതെ മഴയല്ല, ബുദ്ധിമുട്ടാണ്, ചൂടാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ പരിഭവിക്കുക മാത്രമല്ല, നമ്മൾ ധാരാളമായി ചിന്തിക്കുക, അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുക, തൗബ ചെയ്യുക, ഇസ്തിഗ്ഫാർ ചെയ്യുക. പരമാവധി കേരളത്തിൻ്റെ പല പ്രദേശങ്ങളിലായി കിടക്കുന്ന മഹല്ലുകളിലൊക്കെ ഈ നിലക്ക് സ്വലാത്തുൽ ഇസ്തിസ്ഖ സംഘടിപ്പിക്കാൻ നമ്മൾ തയ്യാറാകണം എന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അത് പ്രവാചകൻ്റെ ഒരു മാതൃക കൂടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. കാര്യങ്ങളെല്ലാം കൃത്യമായി മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ പകർത്താനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.